Hello friends, welcome back to Indo Learning. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന ലെസണിന്റെ ആക്ടിവിറ്റീസ് പാർട്ട് 2 ചർച്ച ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ്സ് ബിഗിൻ. ആക്ടിവിറ്റി 8. When Chester and his mother reach school, ചെസ്റ്ററും അവന്റെ അമ്മയും സ്കൂൾ എത്തിയപ്പോൾ they happen to see എന്നാൽ കാണാനിടയായി a notice board, ഒരു നോട്ടീസ് ബോർഡ് കാണാനിടയായി. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം the notice, ആ നോട്ടീസ് നമുക്ക് വായിക്കാം. നോക്കൂ, നോട്ടീസ് ബോർഡ് do's don'ts നമ്മൾ കാണുന്നുണ്ട്. do's are things you should do. do's എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. don'ts are things you shouldn't do. don'ts എന്നാൽ നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ്. അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം do's വായിക്കാം. attend the class regularly, ക്ലാസ്സിൽ പതിവായി അറ്റൻഡ് ചെയ്യുക. follow your teachers instruction, നിങ്ങളുടെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. complete the assignment in time. assignment here means homework. homework കൃത്യസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുക. reach the school in time, സ്കൂളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക. keep the school clean, സ്കൂൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇനി ഡോൺസ് ചെയ്യരുതാത്തത് എന്തൊക്കെയാണ്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലത്തെ അസംബ്ലി ഒഴിവാക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്, മൊബൈൽ ഫോൺസ് കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, മോശമായ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ഭാഷ ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂൾ വകയുള്ള വസ്തുക്കൾ കേടുവരുത്തരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസസ്, മാലിന്യം സ്കൂൾ പരിസരത്ത് നിക്ഷേപിക്കരുത്. ഇമേജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്, നിങ്ങളുടെ അധ്യാപകരിൽ ഒരാൾ ലീവാണെന്ന് സങ്കല്പിക്കുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് in the absence of the teacher. ടീച്ചറുടെ അഭാവത്തിൽ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എഴുതുക. ഇവിടെ എഴുതുക. ഫസ്റ്റ് നമ്മൾ എഴുതുന്നു ഡൂസ്, ചെയ്യേണ്ടത്. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ഏർപ്പെടുക. എന്താണ് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ? പെയിന്റിങ്, ആർട്ട്, ക്രാഫ്റ്റ്, മ്യൂസിക്, ഇതെല്ലാം സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളാണ്. അവയിൽ ഏർപ്പെടുക. പിന്നീട് എന്താണ്? കീപ്പ് കാം, ശാന്തത പാലിക്കുക. ഡു യുവർ വർക്ക് ക്വയറ്റ്ലി, ശാന്തമായി നിങ്ങളുടെ വർക്ക് ചെയ്യുക. സ്റ്റേ ഇൻ യുവർ സീറ്റ്, നിങ്ങൾ സീറ്റിൽ തന്നെ ഇരിക്കുക. ബി കൈൻഡ് ടു ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോട് ദയ കാണിക്കുക. ഫോളോ സ്കൂൾ റൂൾസ്, സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കുക. ഒബേ യുവർ ക്ലാസ് ലീഡർ, നിങ്ങളുടെ ക്ലാസ് ലീഡറെ അനുസരിക്കുക. ഇനി ഡോൺസ് ചെയ്യരുതാത്തത് എന്തൊക്കെയാണ്? ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസസ്, മറ്റു ക്ലാസുകളെ ശല്യപ്പെടുത്തരുത്. ഡോണ്ട് മേക്ക് നോയിസ്, ശബ്ദമുണ്ടാക്കരുത്. ഡോണ്ട് ഷൗട്ട്, ഉച്ചത്തിൽ പറയരുത്. ഡോണ്ട് ഗോ ഔട്ട്സൈഡ്, പുറത്തേക്ക് പോവരുത്. ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ നിന്നും കളിക്കരുത്. ഡോണ്ട് ഡിസ്റ്റർബ് അതേഴ്സ്, മറ്റുള്ളവരെ ശല്യം ചെയ്യരുത്. ഡോണ്ട് ത്രോ തിങ്സ്, സാധനങ്ങൾ വലിച്ചെറിയരുത്. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൂസും ഡോൺസും. കൂട്ടുകാർ ശ്രദ്ധിച്ച് എഴുതുമല്ലോ. ആക്ടിവിറ്റി 9. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി, കഥയിൽ നിന്നുള്ള താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസുകൾ വായിക്കുക. ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്, അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക.
നോട്ട് ചെയ്യുക. നോക്കൂ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇവിടെ കഥയിലുള്ള ഒരു സെന്റൻസ് ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് അടിവരയിട്ട് കാണുന്നത്? വിത്ത്. ഇവിടെ വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാൽ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ. വിത്തിനർത്ഥം കൂടെ, കൊണ്ട് എന്നൊക്കെയാണ്. ഐ വാണ്ട് ടു സിംഗ് ഓൺ ദ സിംഗ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ടു സ്കൂൾ, ഇവിടെ ടുന് ലേക്ക് എന്താ അർത്ഥം? ടു സ്കൂൾ, സ്കൂളിലേക്ക്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. ഫ്രം എന്നാൽ ഇൽ നിന്ന് അഥവാ മുതൽ എന്നൊക്കെയാണ് അർത്ഥം. ഫ്രം ഹിസ് ഹാൻഡ്, കയ്യിൽ നിന്ന്. അപ്പൊ കൂട്ടുകാർക്ക് വിത്തും ഓണും ടൂവും ഫ്രമിന്റെയും അർത്ഥം മനസ്സിലായല്ലോ. ഈ കുഞ്ഞു വാക്കുകളെ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്നാണ് പറയാറുള്ളത്. പ്രിപ്പോസിഷൻ നമുക്ക് ഗ്രാമർ ക്ലാസ്സിൽ വ്യക്തമായും പഠിക്കാം. നോക്കൂ, പിക്ക് ഔട്ട്, തിരഞ്ഞെടുക്കുക. എ ഫ്യൂ, കുറച്ച് സിമിലിയർ സെന്റൻസസ്, ഇതുപോലുള്ള സെന്റൻസുകൾ തിരഞ്ഞെടുക്കുക. ഫ്രം ദ സ്റ്റോറി, കഥയിൽ നിന്ന്. ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ, അവ താഴെ എഴുതുക. കൂട്ടുകാർക്ക് വേണ്ടി കുറച്ച് വാക്യങ്ങൾ കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതിയതാണ്. നോക്കൂ, ഇവിടെ വിത്തുണ്ട്, ഇവിടെ ടു ഉണ്ട്, ഇവിടെ ബൈ ഉണ്ട്, ഇവിടെ ഫ്രം ഉണ്ട്, ഇവിടെയും ഫ്രം ഉണ്ട്. പിന്നീട് മറ്റു ചില പ്രിപ്പോസിഷൻസുകളും എഴുതിയിട്ടുണ്ട്. എറൗണ്ട് പ്രിപ്പോസിഷൻ ആണ്. ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ എന്ന അർത്ഥം വരുന്ന ഇൻ ഫ്രണ്ട് ഓഫ് പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ കൂട്ടുകാർ ഇത്തരം സെന്റൻസുകൾ കഥയിൽ നിന്നും കണ്ടെടുത്ത് ഇവിടെ എഴുതുമല്ലോ. ആക്ടിവിറ്റി 10. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ഇവിടെ ചെസ്റ്റർ റാക്കൂണും അവന്റെ ക്ലാസ് ടീച്ചറും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. റീഡ്, വായിക്കുക. ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്, വിട്ടുപോയ വാക്കുകൾ ചേർക്കുക. നോക്കൂ, ഇവിടെ നമ്മൾ വിത്ത്, ടു, ഫ്രം, ഇൻ ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. വിത്ത് എന്നാൽ കൊണ്ട് അല്ലെങ്കിൽ കൂടെ എന്നർത്ഥം. ടു എന്നാൽ ലേക്ക് എന്നർത്ഥം. ഫ്രം എന്നാൽ ഇൽ നിന്ന്. ഇൻ പറഞ്ഞാൽ ഉള്ളിൽ, ഇൽ എന്നർത്ഥം. ഈ കുഞ്ഞു വാക്കുകളെ, അതായത് വിത്തും ടൂവും ഫ്രമും ഇന്നും, ഈ കുഞ്ഞു വാക്കുകളെ നമ്മൾ പ്രിപ്പോസിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാം. നോക്കൂ, സംഭാഷണം. ടീച്ചർ, ഗുഡ് മോർണിംഗ്. കുഡ് യു ടെൽ മീ യുവർ നെയിം? നിന്റെ പേര് പറയാമോ? ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഐ ആം ചെസ്റ്റർ റാക്കൂൺ. ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ടീച്ചർ, വേർ ആർ യു ഫ്രം? നീ എവിടുന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ ആം ഡേഷ് ദി ഫോറസ്റ്റ്. കാട്ടിൽ നിന്നും. ഇൽ നിന്നും എന്നതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് ഫ്രം. ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്. ഇസ് എ നൈസ് പ്ലേസ്. നൈസ് മീൻസ് ബ്യൂട്ടിഫുൾ. അതൊരു മനോഹരമായ സ്ഥലമാണ്. ടീച്ചർ, വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡേഷ് ദി ഫോറസ്റ്റ്? നീ എന്താണ് കാട്ടിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? കാട്ടിൽ ഇൽ എന്ന് വരണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇൻ, കാട്ടിൽ. നോക്കൂ, ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ. ഞാൻ കളിക്കാൻ ആഗ്രഹിക്കുന്നു. വിത്ത് മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളുടെ കൂടെ. ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്, മരത്തണലിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വളരെ തമാശയുള്ളതാണ്. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഏത് കളിയാണ് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ ചെസ്റ്റർ പറയുന്നു, ഐ ലൈക്ക് പ്ലേയിങ്. ഞാൻ കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. എന്താണ്? ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് എന്നാൽ ഒളിച്ചു കളിക്കുക എന്നർത്ഥം. ഞാൻ ഒളിച്ചു കളിയാണ് ഇഷ്ടപ്പെടുന്നത്. ഡേഷ് മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളുടെ കൂടെ. കൂടെ, കൊണ്ട് എന്നതിന് അർത്ഥം എന്താണ്? വിത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ വിത്ത് ഉപയോഗിക്കണം. ടീച്ചർ, ടീച്ചർ എന്താ പറയുന്നത്? ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലത് തന്നെയാണ് ചെസ്റ്റർ.
When will you go dash to your house? നീ എപ്പോഴാണ് വീട്ടിലേക്ക് പോവുക? ലേക്ക് എന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? to your house. Chester, well, I will go to my house after 3 days. ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ വീട്ടിലേക്ക് പോവുക. ടീച്ചർ, okay, thanks, we will meet again. നമുക്കിനിയും കാണാം. Activity 11. The following is the diary entry of Ainu. താഴെ നൽകിയിട്ടുള്ളത് ഐനുവിന്റെ ഡയറി എൻട്രി ആണ്. ഡയറി എൻട്രി എന്നാൽ ഡയറി കുറിപ്പാണ്. There are some errors. കുറച്ച് തെറ്റുകളുണ്ട്. In it, അതിൽ കുറച്ച് തെറ്റുകളുണ്ട്. റീഡ് വായിക്കുക, and edit it, അത് എഡിറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. നോക്കൂ കൂട്ടുകാരെ, ഏതൊരു സെന്റൻസിന്റെയും തുടക്കത്തിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. നോക്കൂ, ഇവിടെ ഈ സെന്റൻസിന്റെ തുടക്കത്തിൽ ഐ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഈ ഐക്ക് പകരം നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഐ ഉപയോഗിക്കണം. ഐ വെന്റ് ഡേഷ് സ്റ്റോർ. സ്റ്റോർ ഇവിടെ വിത്താണ് ഉപയോഗിച്ചത്. ഐ വെന്റ് വിത്ത് എ സ്റ്റോർ. വിത്ത് എന്നാൽ കൂടെ കൊണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റോറിലേക്ക് എന്നതിന് നമ്മൾ ഇലേക്ക് എന്നതിന് എന്താ പഠിച്ചത്? ടു. അപ്പോൾ നമ്മൾ വിത്തിന് പകരം ഇവിടെ ടു ഉപയോഗിക്കണം. ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. കുറച്ച് പഴങ്ങൾ വാങ്ങാൻ വേണ്ടി ഞാൻ സ്റ്റോറിലേക്ക് പോയി. ഐ സോ, ഞാൻ കണ്ടു, എ ബിഗ് ഓറഞ്ച്, ഒരു വലിയ നാരങ്ങ കണ്ടു. ടു ദ ഷെൽഫ്. ഷെൽഫിൽ, ഇൽ എന്ന അർത്ഥത്തിൽ ഈ ട്യൂവിന് പകരം നമ്മൾ ഇവിടെ എന്തുപയോഗിക്കണം? ഇൻ ദ ഷെൽഫ്. ഷെൽഫിൽ ഞാൻ വലിയ നാരങ്ങ കണ്ടു. ആൻഡ് ഡിസൈഡ് ടു ബൈറ്റ്, അത് വാങ്ങാൻ ആഗ്രഹിച്ചു. ഐ മെറ്റ്, ഞാൻ കണ്ടുമുട്ടി. മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഓൺ ദ സ്റ്റോർ. സ്റ്റോറിൽ, ഇൽ എന്ന അർത്ഥത്തിൽ നമ്മൾ വീണ്ടും എന്ത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്? ഇൻ ദാറ്റ് സ്റ്റോർ. ആ സ്റ്റോറിൽ ഞാൻ എന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. മൈ ഫ്രണ്ട്, ഇവിടെ നോക്കൂ, സെന്റൻസ് തുടങ്ങുന്നത് സ്മോൾ ലെറ്ററിൽ. അപ്പോൾ ഇവിടെ എം മാറ്റി പകരം നമ്മൾ ക്യാപിറ്റൽ എം കൊടുക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദി പാർക്ക്. പാർക്കിലേക്ക്. ലേക്ക് എന്നതിന് ബൈനെ മാറ്റി നമ്മൾ ലേക്ക് എന്നർത്ഥം വരുന്ന ആരെ കൊടുക്കണം? ടു. ആൻഡ് ഐ വെന്റ് ഡേഷ് ഹെയർ. ഞാൻ അവളുടെ കൂടെ പോയി. അവളുടെ കൂടെ എന്ന് എന്താണ് വരിക? കൂടെ എന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? വിത്ത്. അവളുടെ കൂടെ പോയി. വി, വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങണം സെന്റൻസ്. വി ഡബ്ല്യു മാറ്റി പകരം നമ്മൾ അവിടെ ക്യാപിറ്റൽ ഡബ്ല്യു കൊടുക്കണം. വി സാറ്റ് അറ്റ് ദി ബെഞ്ച്. ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? ഓൺ. ഓൺ ദ ബെഞ്ച്. ബെഞ്ചിന് മുകളിൽ ഇരുന്നു. ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗദർ. ആ നാരങ്ങ ഞങ്ങൾ ഒരുമിച്ച് തിന്നു. ഐ ത്രൂ. ഐ വീണ്ടും സെന്റൻസിന്റെ തുടക്കത്തിൽ സ്മോൾ ലെറ്റർ വന്നിരിക്കുന്നു. നമ്മൾ ഐനെ, സ്മോൾ ഐനെ ക്യാപിറ്റൽ ഐ ആക്കി മാറ്റണം. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ. ഞാൻ ഓറഞ്ചിന്റെ തൊലി എറിഞ്ഞു. വിത്ത് ദ ഗാർബേജ്. എന്താണ് ഗാർബേജ് എന്നാൽ? മാലിന്യം തള്ളുന്ന, ചപ്പുചവറുകൾ തള്ളുന്ന സ്ഥലം. നോക്കൂ, ചപ്പുചവറുകൾ തള്ളുന്ന സ്ഥലത്തേക്കാണ് ഞാൻ എറിഞ്ഞത്, അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്? ഐ ത്രൂ, ഞാൻ എറിഞ്ഞു, ദ ഓറഞ്ച് പീൽ ഇൻടു ദി ഗാർബേജ്. ഗാർബേജിലേക്ക്. അപ്പോൾ ഇവിടെ വിത്തിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇൻടു. ഇൻടു എന്നാൽ ഏതിന്റെയെങ്കിലും ഉള്ളിലേക്ക് എന്നർത്ഥത്തിലാണ്. ഇൻടു ദി റൂം, റൂമിനുള്ളിലേക്ക്. അപ്പോൾ ഇവിടെ പീൽ ഇൻടു ദി ഗാർബേജ്, ഗാർബേജിന്റെ ഉള്ളിലേക്ക് എന്നർത്ഥത്തിൽ ഇൻടു ചേർക്കണം. നോക്കൂ കൂട്ടുകാർക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി. ആക്ടിവിറ്റി 12. റീഡ് ദി സെന്റൻസസ് ഫ്രം ദി സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു 2. കഥയിൽ നിന്നുള്ള സെന്റൻസുകൾ വായിച്ച് അവയെ രണ്ടായി വിഭജിക്കുക. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഇത് നമ്മൾ കഥയിലുള്ള സെന്റൻസ് ആണ്. ഈ ഒരു വലിയ സെന്റൻസിനെ നമ്മൾ
രണ്ട് ചെറിയ സെന്റൻസുകളാക്കി മാറ്റണം. അത് വളരെ ഈസിയാണ്. അതായത് നമുക്ക് സെന്റൻസിൽ എൻഡോ ബട്ടോ എറ്റോ എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുക. എന്നിട്ട് നോക്കൂ, നമ്മൾ ഫസ്റ്റ് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് എന്നെഴുതി, അതേ സെന്റൻസ് ഇവിടെ ആവർത്തിച്ച് എഴുതി. ഇനി പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഏതൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതിനൊരു സബ്ജക്റ്റ് വേണം. ഇവിടെ യു എന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ആര് തന്നെയാണ്? യു തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും യു വിൽ എഴുതാം. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പൊ കൂട്ടുകാർക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. എൻഡിനെ മാറ്റുക, പകരം എന്ത് ചെയ്യാം? അവിടെ ആദ്യം തന്നിട്ടുള്ള സബ്ജക്റ്റിനെ കൊടുക്കുക. നോക്കൂ, യു ക്യാൻ റീഡ് ദി ന്യൂ ബുക്സ്, യു ക്യാൻ റീഡ് ദി ന്യൂ ബുക്സ്. പിന്നീട് ഇവിടെ ആൻഡ് ഇല്ല, ഇവിടെ സബ്ജക്റ്റ് വേണം. അപ്പൊ ആരാണ് സബ്ജക്റ്റ്? യു. വീണ്ടും യുവിനെ എടുത്ത് സെന്റൻസ് തുടങ്ങാം. യു ക്യാൻ സ്വിം ഓൺ ദി ന്യൂ സീൻ. ഇനി നോക്കൂ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്. ഇവിടെ വീണ്ടും ആൻഡ് ഉണ്ട്. കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെന്റൻസ് ആൻഡിന് തൊട്ട് മുമ്പേയുള്ള ഭാഗം എഴുതി. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ചെസ്റ്റേഴ്സ് ഹാൻഡ്. പിന്നീട് ഇവിടെ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എന്നേ ഉള്ളൂ, സബ്ജക്റ്റ് ഇല്ല. ആര് തന്നെയാണ് ഇവിടെ സബ്ജക്റ്റ്? ഷീ. അപ്പോൾ ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എഴുതി. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അതായത് നമുക്ക് സെന്റൻസിൽ ആൻഡ് ഉണ്ടെങ്കിൽ എൻഡിനെ മാറ്റുക, അതിന്റെ തൊട്ട് മുമ്പേയുള്ള ഭാഗം ആദ്യ സെന്റൻസായി എഴുതുക, പിന്നീട് ആദ്യ സെന്റൻസിലെ സബ്ജക്റ്റ് എൻഡിന് ശേഷം വരുന്ന ഭാഗത്തിന്റെ മുന്നിൽ ചേർക്കുക. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നോക്കൂ, റീഡ് ദി പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദി സെന്റൻസസ്. താഴെ തന്ന പാസേജ് വായിച്ച് സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുക. തൊട്ട് മുകളിൽ ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് സെന്റൻസ് അല്പം ലോങ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? നമ്മൾ തന്നിട്ടുള്ള സെന്റൻസിലെ എൻഡിനെ കണ്ടെത്താം. ഇവിടെ നമുക്ക് എൻഡിനെ കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എൻഡിന്റെ തൊട്ട് മുന്നേ ഉള്ള ഭാഗം ഒരു സെന്റൻസ് ആക്കി എഴുതുക. നോക്കൂ, എ ക്യൂറിയസ് റാക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. അത് നമ്മൾ ഇവിടെ എഴുതി. പിന്നീട് അടുത്ത സെന്റൻസ്, ആൻഡിന് ശേഷം ഇവിടെ ഇറ്റ് എന്ന സബ്ജക്റ്റ് ഉണ്ട്. കാരണം ക്യൂറിയസ് റാക്കൂണിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇറ്റ്, അത്. അപ്പോൾ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അതും നമ്മൾ അടുത്ത സെന്റൻസിൽ എഴുതി. സെന്റൻസ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. നോക്കൂ, എഴുതി. പിന്നീട് നോക്കൂ, വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഓബ്ജക്റ്റ്. വീണ്ടും നമുക്ക് ആരെ കിട്ടി? ആൻഡിനെ കിട്ടി. അപ്പോൾ ആൻഡിന്റെ തൊട്ട് മുന്നേ ഉള്ള ഭാഗം ഒരു സെന്റൻസ് ആക്കി എഴുതി. നോക്കൂ, വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഓബ്ജക്റ്റ്. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഓബ്ജക്റ്റ് എഴുതി. പിന്നീട് ഇവിടെ ഡിസൈഡഡ് എന്നേ ഉള്ളൂ. ആൻഡിന് ശേഷം സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. ആരാണ്? ഇറ്റ്. അപ്പോൾ നമ്മൾ എടുത്തു ഇറ്റ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. നമ്മൾ ഇവിടെ എഴുതി. ഇനി അടുത്ത സെന്റൻസ് തുടങ്ങുന്നു. ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റേഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇറ്റ് പ്ലേസ്ഡ് ദി ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരുണ്ട്? ആൻഡ് ഉണ്ട്. ആൻഡിനെ അവിടെ മാറ്റി. ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്. ഒരു സെന്റൻസ് നമുക്ക് കിട്ടി. ഇവിടെ എഴുതി സ്റ്റേഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇറ്റ് പ്ലേസ്ഡ്. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് കൊടുത്തു. ഇറ്റ് സ്റ്റേഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. നോക്കൂ, ഇറ്റ് സ്റ്റേഡ് അറ്റ് ഇറ്റ് വണ്ടർ. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ, ദ റാക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്. ഇവിടെ വീണ്ടും ആൻഡ് വന്നു. ആൻഡിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി. ദ റാക്കൂൺസ് ഐ സ്പാർക്കിൾഡ് കിട്ടി നമുക്ക്. ദ റാക്കൂൺസ് ഐ സ്പാർക്കിൾഡ്. പിന്നീട് ആൻഡിന് ശേഷം ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്. നോക്കൂ, ഏതാണ് സബ്ജക്റ്റ്? ഇറ്റ്. ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. ആരാണ് കണ്ടെത്തിയത്? ദ റാക്കൂൺ, അല്ലേ? ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അപ്പോൾ ഇറ്റ് സബ്ജക്റ്റ് ഉണ്ട്, നമ്മളിവിടെ ഇറ്റ് എന്ന് എഴുതി. അപ്പോൾ ഒന്നുമില്ല, നമുക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡിന്റെ തൊട്ടു മുന്നേ ഉള്ള ഭാഗം
ഒരു സെന്റൻസ് ആക്കി എഴുതുക. എൻഡിന് ശേഷം സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതേപോലെ എൻഡിനെ ഒഴിവാക്കി ഫുൾ സ്റ്റോപ്പ് വരെ എഴുതുക. ഇനി സബ്ജക്റ്റ് ഇല്ലെങ്കിൽ തൊട്ട് മുമ്പേ വന്ന സെന്റൻസിലെ സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ആക്ടിവിറ്റി 13. Shall we play with words? നമുക്ക് വാക്കുകൾ കൊണ്ട് കളിക്കാം. കംപ്ലീറ്റ് ദി ക്രോസ്വേർഡ് പസിൽ. എന്താണ് ക്രോസ്വേർഡ് പസിൽ? വേർഡ് ഗെയിം. ഈ വേർഡ് ഗെയിം പൂർത്തീകരിക്കുക. യൂസിംഗ് ദി ക്ലൂസ് ഗിവൺ ബിലോ. താഴെ തന്ന സൂചനകൾ ഉപയോഗിച്ച് ഈ വേർഡ് ഗെയിം പൂർത്തീകരിക്കുക. നോക്കൂ, ക്രോസ്. ക്രോസ് എന്നാൽ എന്താണ്? നേരെ എന്നാണ് അർത്ഥം. ഡൗൺ എന്താണ്? താഴോട്ട്. നോക്കൂ, ഫസ്റ്റ് മൂവ്, നീങ്ങുക. ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നോട്ടും പിറകോട്ടും നീങ്ങുന്നതിന് കാരണമാകുക. അതായത് മുന്നോട്ടും പിറകോട്ടും നീങ്ങുക. അത് നമുക്ക് 5 letters ആണ് അല്ലേ? അതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പഠിച്ചത്? നമ്മളെ പാഠഭാഗത്തിൽ പഠിച്ചത് എന്താണ്? സ്വിംഗ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തതിൽ എന്ത് കൊടുക്കണം? സ്വിംഗ്. SWING സ്വിംഗ് കൊടുത്തു. അഞ്ചാമത്തത് നോക്കൂ, ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. വേഗത്തിൽ, ചെറിയ ചുവടുകളോടെ വേഗത്തിൽ ഓടുക അല്ലേ? അതിന് നമ്മൾ ഇംഗ്ലീഷ് എന്താ പഠിച്ചത്? സ്കാമ്പർ. SCAMPER സ്കാമ്പർ. അപ്പൊ അഞ്ചാമത്തത് നമ്മൾ നേരെ സ്കാമ്പർ കൊടുക്കണം. നോക്കൂ, അഞ്ചാമത്തത് സ്കാമ്പർ. ഇനി നേരെയുള്ളത് എന്താണ്? ഏഴാമത്തെ ഒന്ന് കൂടിയുണ്ട്. ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽബീയിങ്. എന്താണ്? ആശ്വാസം നൽകുന്ന, സുഖകരമായ എന്ന അർത്ഥത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? 4 letters ഉള്ളൂ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മുടെ കഥയിൽ എന്താ പഠിച്ചത്? കോസി. അപ്പോൾ നമ്മൾ നേരെ ഏഴിലേക്ക് പോവുക. നേരെ കോസി കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ നേരെയുള്ള 3 കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഡൗൺ. ഡൗൺ എന്നാൽ എന്താണ് അർത്ഥം? താഴോട്ട് എന്നാണ് അർത്ഥം. ഇനി താഴോട്ടാണ് നമുക്ക് പോകേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. ടു കവർ എന്നാൽ പൊതിയുക എന്നാണ് അർത്ഥം. ഓർ എൻക്ലോസ്, എൻക്ലോസ് എന്നാലും പൊതിയുക. ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽസ്. പേപ്പറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയലിലോ പൊതിയുക എന്നർത്ഥം. പൊതിയുക എന്നതിന് 4 letter ഉള്ള നമ്മൾ എന്താണ് പഠിച്ചത് പാഠഭാഗത്തിൽ? റാപ്പ്, പൊതിയുക. അപ്പോൾ നോക്കൂ, 2 W ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം W കൊണ്ടുള്ള ഒരു പദമായിരിക്കും ഇവിടെ വരിക എന്ന്. അപ്പോൾ റാപ്പ്, WRAP റാപ്പ്. ഇനി നോക്കൂ 3. റബ് സംതിങ് ജെന്റിലി വിത്ത് നോസ്. മൂക്ക് കൊണ്ട് സാവധാനത്തിൽ നമ്മൾ ഉരസുക. ആസ് ഇഫ് ടു ഷോ എഫെക്ഷൻ. സ്നേഹം കാണിക്കുന്നത് പോലെ. സ്നേഹം കാണിക്കുന്നത് പോലെ എന്ത് ചെയ്യാണ്? നമ്മൾ മൂക്ക് കൊണ്ട് ഉരസുക. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? 6 letters ഉണ്ട്. എന്താണ് പഠിച്ചത്? നസിൽ. എന്താണ് പഠിച്ചത്? നസിൽ. സ്പെല്ലിങ് NUZZLE നസിൽ. അപ്പോൾ നമ്മൾ ഇവിടെ മൂന്നാമത്തതിൽ നമുക്ക് എന്താ വേണ്ടത്? നസിൽ. നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യം N ഉണ്ട്. നമ്മൾ ആരെ ചേർക്കണം? NUZZLE നസിൽ. നസിൽ. ഇനി നോക്കൂ, നാലാമത്തത് ഫ്രൈറ്റനിങ്, കോസിങ് ഫിയർ, പേടിക്കുന്ന, ഭയമുണ്ടാക്കുന്ന എന്നാണ് അർത്ഥം. 5 letters ഉണ്ട് അല്ലേ? നമ്മൾ എന്താ അതിന് പഠിച്ചത്? ഭയമുണ്ടാക്കുന്ന എന്നതിന് സ്കേരി. എന്താ പഠിച്ചത് നമ്മൾ? സ്കേരി. SCARY. നോക്കൂ, 4 താഴോട്ട് സ്കേരി എഴുതിയല്ലോ. അഞ്ചാമത്തത് an object that is made for a child to play with. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുണ്ടാക്കിയ ഒരു വസ്തു. എത്ര ലെറ്റർ ആണ്? 3. അത് നമുക്കറിയാം, കളിപ്പാട്ടം. എന്താ ഇംഗ്ലീഷ് പറയാ? ടോയ്. അപ്പോൾ ആറാമത്തത് ഇവിടെ നോക്കൂ, താഴോട്ട് ടോയ്. കൂട്ടുകാർക്ക് എളുപ്പമായി ചെയ്യാൻ പറ്റുമല്ലോ.
ഈ ലെസണിലെ ആക്ടിവിറ്റീസ് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ.